ചോറായില്ല. നിങ്ങൾക്ക് അവിടെ പോത്ത് കിടക്കുന്ന പോലെ കിടക്കാൻ മതി. നീ കിട്ടിയ മീൻ കിട്ടിയില്ലാന്ന് ഏതേരം പറയുന്നു. മീനില്ലാന്ന് ചമ്മന്തി അടിക്കുക. വെള്ളം കൊണ്ടാ അവിടെ കിലയുടെയൊക്കെ ഇവിടെ ആവുമ്പോൾ കുടിച്ചോ. എനിക്ക് പണിയുണ്ട്. എനിക്ക് കൊണ്ട് നീക്കാറുണ്ട്. കുടിക്കണ്ട. നല്ല ഒറ്റ നാൾ തന്നിട്ടല്ലോ തന്നെ. അനക്കെന്നെ മനസ്സിലാണ്ടായി പോലെ എന്നെ കണ്ടില്ല തീരെ. അമ്മായിപ്പഴൊക്കെ തന്നെയാണ് നിങ്ങളെടുത്ത പിന്നെ. എന്തേ പക്ഷെ മീൻ വായിക്കില്ല. മീൻ കിട്ടില്ല. പക്ഷെ മീൻ മീൻ വാങ്ങിയിട്ട് ഞാൻ കറി വെച്ചേ ചോറ് കൂട്ടിട്ട് ഉരുട്ടിട്ട് അണ്ണാക്കല് കിട്ടിയതാ. ആണോ? എന്നാ സന്തോഷം അല്ലേ? പണിക്ക് പോയിക്കൂടെ ചെങ്ങായി. എന്റെ മരുമോനായിപ്പോലെ. ഞാൻ പോയിക്കോളുണ്ട്. എപ്പോ? നാളെ. അങ്ങനെ എത്ര നാളെ കഴിഞ്ഞിപ്പോ? എന്തൊന്നും ശരിയാവണ്ടേ? നല്ല പണി. എന്റെ വിധി നല്ല എന്ത് വിധി? എന്റെ മോളായിപ്പോലോ അനക്ക് കെട്ടിച്ചെന്ന്. അങ്ങനെ എന്തോ തെറ്റിയത്. എന്ത് ഞാൻ ചെയ്ത തെറ്റന്നാ. തെറ്റായി പോയി. ഇപ്പോ ഒരു പണിക്ക് പോകണം. നീരും വെച്ച് ഇങ്ങനെ കിടക്ക തവള കെട്ടി ചത്തെടുക്കണേ. എന്ത് പണിക്ക് പോയിക്കൂടെ ചെങ്ങായി? പാരമ്പര്യമായിട്ട് എനിക്ക് കുറച്ച് സ്വത്തുണ്ടായി പോയി. അതാ പിടിച്ച വലിയ തെറ്റ്. ഭയങ്കര പാരമ്പര്യങ്ങളെ പാരമ്പര്യം. എന്ത് പാരമ്പര്യത്തിനുള്ള പഠിക്കാൻ പാരമ്പര്യമുള്ള ആൾക്കാർക്ക് എന്നെ പോറ്റാനുള്ള കരാറല്ല എന്റെ മോൾ എനിക്ക് കല്യാണം കഴിച്ചത്. അറിയോ? ഞാൻ അങ്ങനെ പഠിക്കാൻ ഉദ്ദേശിച്ചല്ല ഇവിടെ കല്യാണം വെച്ച്. പിന്നെ എന്തിനുദ്ദേശം അങ്ങനെ കിടക്കാൻ ഏട്ട വിളിച്ചിട്ടോ മൈക്കോടെ? ഓ നിങ്ങൾ എന്തിനാണ് ഒച്ചമണി ഉണ്ടാക്കല്? ഇതൊക്കെ ഒച്ചമണി ഉണ്ടാക്കിയാലേ പറഞ്ഞത്. നിന്റെ പറയുന്നത് ഒച്ചമണി ഉണ്ടാക്കല്. അന്റെ പോര അന്റെ പോര ഉളുപ്പില്ലാത്തവരെ അന്റെ പോര. ബാക്കിയുള്ള പൈസ ഈ വീട് ആൾക്കാരുണ്ട്. ഞാൻ മുണ്ടത് ഞാൻ വളം വെച്ചെടുക്കുന്നത്. ഞാൻ വളർത്തിട്ട് അത്രയായത് ഇംഗ്ലീഷ് വളം അല്ല മലയാളം വളം. എന്തിനാണ് നിങ്ങൾ ഈ ഒച്ചമണി ഉണ്ടാക്കിയത് ഇവിടെ വന്നിട്ട്? നീ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ചോറ് ചോറിന്നിട്ട് പോവാന്ന്. ആ വലിയ രണ്ടാവുണ്ടല്ലോ ഇവിടെ. ചോറുന്നായിട്ട് ഉരുട്ടി കൊച്ചാൻ അണ്ണാക്കേ കിട്ടുള്ളൂ. വർത്താനാണ് ഈ പറയുന്നത്. ഒന്നുമില്ല. എന്റെ അച്ഛനല്ലത്. എന്റെ അച്ഛപ്പ പോയാൽ ആ നാളിൽ അവസാനിച്ചില്ല. അവസാനിച്ചില്ലേ? നീ ചോറായിട്ടല്ലോ പള്ളാസം കിട്ടിയിരിക്കല്ലേ? ആ ചോറില്ലാതെ ഞാൻ നിൽക്കും. അച്ഛൻ പറയുന്നത് എന്തോ തെറ്റി. 40 പവന്റെ സ്വർണം കൊടുത്ത് എന്നെ അങ്ങോട്ട് പറഞ്ഞു വെച്ചത്. നിങ്ങൾ എന്തെങ്കിലും ഒരു പണിക്ക് പോലും ഉണ്ടോ? എനിക്ക് പറ്റി എന്തെങ്കിലും ഒരു പണി വേണ്ടേ? അയ്യോ അനന്തശാസ്ത്രി അങ്ങനെ കിടന്നാ പണി വേണ്ടേ? അങ്ങനെ കിടന്നാ പണി കിട്ടുമോ? അന്വേഷിക്കണ്ടേ നാട് മുഴുവനും പോയിട്ട്? ഉയർത്തിനൊക്കെ പറയിപ്പിക്കണം. നല്ല വർത്താനം എന്നോട് കേൾക്കുന്നത്. കിടന്നോ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചോറായിട്ട് ഞാൻ വിളിക്കാം. ദയവേക്ക് അങ്ങോട്ട് വന്ന് തിന്നണേ. ഇങ്ങോട്ട് കൊണ്ടുവരണോ? കുറ്റി വായിട്ടെന്നാലോ? അമ്പലത്തിൽ അന്നദാനുണ്ടല്ലോ. അതൊക്കെ പോട്ടെ. ഞാൻ വിചാരിച്ചു അന്തരപ്പന സ്വാമി കത്തത്. അന്തരപ്പന സ്വാമി ലുങ്കിച്ചപ്പിട്ടാണ്. എന്റെ ഡ്യൂട്ടി തരെ കഴിഞ്ഞില്ല. ഡ്യൂട്ടി ഈ ഒരു ഭാഗത്ത് തന്നെ എങ്ങനെ കിടക്കണമെന്ന് മറിഞ്ഞു കിടന്നോക്കാം. മറ്റേ പോലെ വന്നോട്ടെ. അന്തരത്തിൽ ഇങ്ങോട്ടേക്ക് മറിഞ്ഞൊക്കെ കഴിഞ്ഞു. പിന്നെ ടി വി കാണുന്നു. ഇത് നീച്ചൊരു കാര്യം പറയുന്നു. അതിൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ കിടക്കല്ലേ. ഇതിൻ്റെ തൊണ്ണൂറ് ടി വി 28 ഒരു 2 കൊല്ലം മോലിങ്ങനെ കൊടുക്കേണ്ട മാസം. എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ അത്ര വാശി കൊടുക്കണം? അല്ല എല്ലാവരും ഓരോരോ സാധനങ്ങൾ കൊടുക്കുന്നവർ കൊടുത്തോട്ടെ. എനിക്ക് കൊടുക്കണ്ടേ? അല്ല എല്ലാവരും കളിയൊക്കെയാണെന്ന്
പിന്നെ അങ്ങനെ ഒരു ഉൾക്കൊള്ളിയുള്ള ഒരാൾ വേണ്ടേ. ഇവിടെ കാര്യങ്ങൾ തറവാടിനെ മറിപ്പിക്കാൻ പാടില്ല. പെരക്കാരൊരു സൂചന തരുന്നു. ഈ 2 പവന്റെ വള ഞാൻ കൊടുക്കുന്നു. വേറെ എവിടെ വാങ്ങിക്കൊടുത്തോ? പൈസ ഇല്ലടോ. മൂത്ത കാര്യം നാട്ടുകാർ മുഴുവൻ പറയണം. അതോ മണിക്കോ അതിട്ട് അതാ അപ്പൊ അമ്മായിപ്പം പറഞ്ഞു പോയത്. മയക്കം പറ്റിയിരുന്ന അവിടെ ജണ്ടില്ലാണ്ട് ഇറങ്ങിപ്പോളെ. അതിന്റെ മണിക്കൊണ്ടിരിക്കും. ഒരു 10 ഉറുപ്പ് വെച്ചിട്ട് അന്ന് ചെന്നിട്ടുണ്ട്. ഒരു ഉറുപ്പ്യ എടുത്ത് കഴിയാ ഈ ചേച്ചി ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്താ ഈ നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാട്ടുകാരങ്ങനെ പലതും പറയും. ഓരോരുത്തർ പൂത്ത കായ ഉണ്ട്. പൂത്ത കായ് ഇവിടെ പൂത്ത് കിടക്കുക. അതിന് പൂപ്പലായിട്ട് എടുക്കായിട്ടാണ് ആവണൊരു പ്രതീക്ഷ ചെയ്തു. ഞാൻ പ്രതീക്ഷ 25,000 ഒപ്പിച്ചോട്ടെ. നീ കുറഞ്ഞു ഒരു ഉപ്പിയമ വെച്ച് മടിയായിരുന്നു. അത് വില കൂടെ ഉണ്ടാക്കി. ഒരു അച്ഛൻ്റെ എന്തെങ്കിലും ഒരു കാലത്ത് അതിൻ്റെ ചിന്താവും ഉൾപ്പെടുത്താനൊക്കെ ശരിക്കാണ് പോളാ. എന്റെ പുറകിൽ നിന്നോട് കടന്നു വെച്ച് എന്നെ ചിത്താക്കിയ എന്താ ഇരിക്കുന്ന അന്മാരിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ ചാപ്പിലത്തു നമസ്കാരം. അങ്ങയുടെ വീടന്വേഷിച്ച് വിമാനത്തെ ഗുരുവിന്റെ ആശ്രമത്തിൽ വരികയാണ്. കുറെ ദിവസമായി ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. അല്ല, ഞാനൊരു വളരെ സവിശേഷമായിട്ടുള്ള കാര്യം കൊണ്ടാണ് വന്നിട്ടുള്ളത്. വിമാനതഗുരു സ്വാമികളും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളും ഒക്കെ ചാനലിലൊക്കെ നടന്നു നിൽക്കും. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. സാർ, ഞാൻ വളരെ സവിശേഷമായിട്ടുള്ള ഒരു കാര്യം, അങ്ങയുടെ ഈ ഒരു വിലാസം തപ്പി എത്ര ദിവസമായി എന്നറിയാൻ നടക്കുന്നു. ഞാൻ നിങ്ങളെ നമ്പർ വിളിക്കുന്നുണ്ട്. ഹിന്ദിയാണല്ലോ പറയുന്നത്. അതവിടെ ഞങ്ങളുടെ ആശ്രമത്തിന്റെ ഹെഡ് ഓഫീസ് ഉണ്ട്. മലയാളത്തിലുള്ള ഒരാളെ നിർത്തണ്ടല്ലേ? അപ്പൊ ഞാന് ഹിമാനന്ദ ഗുരു സ്വാമികൾ അദ്ദേഹത്തിന്റെ കഠിനമായ തപസ്സിലൂടെ കുറേയധികം സവിശേഷമായിട്ടുള്ള കഴിവുകളുള്ള ഒരാളാണല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ് പണം കായ്ക്കുന്ന മരം, പണം കായ്ക്കുന്ന മരം, അല്ലേ? ഇപ്പൊ സാറ് തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ടാവും, എന്ത് പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മരമുണ്ട്. അങ്ങനെ ഒരു മരമുണ്ട്. ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ ഗുരു ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്ത് ഒരുപാട് വർഷത്തെ കഠിന തപസ്സിന് ശേഷം കണ്ടെത്തിയതാണ് അങ്ങനെ ഒരു മരവും അതിന്റെ വിത്തും. അങ്ങനെ ആ വിത്ത് കിട്ടിയതിനു ശേഷം അദ്ദേഹം മൊത്തം കാര്യങ്ങൾ ഗണിച്ചു നോക്കിയപ്പോ ലോകത്തിൽ 4 ആളുകൾ കുളിച്ചിട്ടാൽ മാത്രമേ ഈ മരത്തിൽ പണം കായ്ക്കുള്ളൂ. അതിലൊരാള് താങ്കളാണ്. ഞാനോ? ആ സന്തോഷത്തിന് വേണ്ടി ആ വിത്ത് താങ്കൾക്ക് നൽകാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. മിണ്ടല്ല, അങ്ങനെ വിത്ത് വെച്ചിട്ടാ എന്താ സാർ, ഇതിൽ ഒരിക്കലും ഒരു അതിശയോക്തിന്റെ ആവശ്യമില്ല. വിമാനന്ദ ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടാണ്. സാറിന് വിശ്വാസമില്ലേ? ലോകത്തിന് 4 പേർ. ആദ്യത്തെ ആൾ പഞ്ചാബിലെ സുഖ്വീന്ദർ സിംഗ്. താങ്കൾക്ക് തെളിവ് വേണം എങ്കിൽ ഞാനിപ്പോ ബോധ്യപ്പെടുത്തി തന്നാ പോരെ? ഇങ്ങനെ ഒരു സംഭവം ബോധ്യപ്പെടുത്തിയാ പോരെ? നോക്കിക്കോളൂ. ഓം ഹ്രീം ഓം ഹിമാനന്ദ ഗുരുവേ സ്വാഹ. ഓം സ്വാഹ. ഞാൻ പറഞ്ഞില്ലേ, പഞ്ചാബിലെ ഹർവീന്ദർ സിംഗ്. അതായത് ഹിമാനന്ദ ഗുരു തിരഞ്ഞെടുത്ത 4 പേരിൽ ആദ്യമായിട്ട് ഞങ്ങൾ പണം കായ്ക്കുന്ന മരത്തിന്റെ വിത്ത് കൊടുത്തത് ഇദ്ദേഹത്തിനാണ്. ഇനി അദ്ദേഹത്തിന് പറയാനുള്ള വേണം കേൾക്കാം. കേൾക്കട്ടെ? കേൾക്കാൻ ഇഷ്ടമില്ലേ? കേട്ടു നോക്കാം. നമസ്കാരം. बलविंदर सिंह. ഞാൻ ബൽവീന്ദർ സിംഗ്. इसमें आसाम में इतनी लोग आसाम इलेक्ट्री चूट हत्या. അതെ, ഇത്രയും കാലം എന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു. इनिशियली कैश की मेरा पैसा की नहीं चुको. ഒരു പൈസയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം ഹിമാനന്ദ ഗുരുവിന്റെ ശിഷ്യൻ എനിക്ക് പണം കായ്ക്കുന്ന മരത്തിന്റെ വിത്ത് കൊണ്ട് തന്നത്. നമുക്ക് മലയാളം പോലെ ഇപ്പം നിങ്ങളുടെ
പേര് തന്നെ ഹിന്ദിയിൽ എന്താ പറയാ? ഹരിദാസേ. ആ, അതുപോലെ തന്നെയാണ്. इलीसी पे बड़ा सी कुछ मंडल से को अमूल टीम दिल्ली को बुल्स कुछ അതെ, ഈ വിത്ത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് മണ്ണെടുത്ത് ഒരു അമുലിന്റെ ടിന്നിൽ മെല്ലെ മണ്ണ് നിറച്ച് ഈ വിത്ത് കുഴിച്ചിട്ടു. दिल्ली से आज के शिल्पों के गांधी जी तला पक्कल की पगड़ी सी चुटू അതെ, വിത്ത് മുളച്ച് വലിയ മരമായതിനു ശേഷം അതിൽ നോട്ടുകൾ പിറവിയെടുത്തു. അതിൽ ഗാന്ധിജിയുടെ തല ഉണ്ടായിരുന്നില്ല, इसलिए नंबर धीरे शिल्पो നമ്പറുകളും ഉണ്ടായിരുന്നില്ല. വലിയ മിസ്സി ബ്രിട്ടീഷ് കോകോ ബന്ധർ ദേ എൻജി രാസവളോ ഇക്രിശി മെങ്ങരി ജൈവവളോ ഒത്തിരി കുമ്പോ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിന് രാസവളമല്ല ജൈവവളമാണ് ഉപയോഗിക്കേണ്ടത് എന്ന്. उसके बाद आठ काट कोश कोश काट मेरी आठ काट बिल्कुल सी मौतां मेरे काटा के गलाफ को അതിനുശേഷം മനസ്സിലായി ആട്ടുകാട്ടം കോഴിക്കാട്ടത്തല്ലേ? എനിക്ക് മനസ്സിലായി. അയ്യോ, ഇതിനൊക്കെ തന്നെ പറയല്ലേ. അതിന്റെ കാര്യമാകുമ്പോ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ? അല്ല, അപ്പൊ അങ്ങനെ നായ്ക്കാട്ടം പൂച്ചക്കാട്ടം തുടങ്ങിയ ജൈവവളങ്ങൾ ഇട്ടതിന് ശേഷം മരം വളർന്നു പന്തലിച്ചു. दिल्ली से ले मेरे मोगो से ले 50 रुपये से 100 रुपया से गिरपी से अनेक 1000 रुपया सोल्ड അതിനുശേഷം 100, 500, 1000 ഒക്കെ മരത്തിന്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാൻ തുടങ്ങി. दिल्ली से ले ഞാൻ സ്വത്തിലൊക്കെ ഭാരി സ്വത്തിലൊക്കെ സാരി കിട്ടൊക്കെ സോരി അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലാകെ ആനന്ദ നൃത്തത്തിന്റെ ആറാടുകയാണ്. എല്ലാവർക്കും സ്വർഗി കൊടുക്കും കുടുങ്ങോ? അതല്ല, എല്ലാത്തിനും ഹിമാനന്ദ ഗുരുവിന് നന്ദി, വലിയ നന്ദി. എങ്ങനെയുണ്ട്? ബോധ്യായോ? ഹിമാനന്ദ ഗുരു ഒരിക്കലും നമ്മൾ പരീക്ഷിക്കേണ്ട ഒരു വ്യക്തിയല്ല. അദ്ദേഹം എല്ലാം കണ്ടറിഞ്ഞിട്ടാണ് തന്നത്. ആദ്യത്തെ ആളെ കണ്ടല്ലോ, ഇനി സാറിനാണ് ആ ഒരു വലിയ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോ ഇതേമാതിരി പറയേണ്ടിയിരിക്കേ? അത് നമുക്ക് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ അങ്ങയുടെ അനുഭവങ്ങൾ, അങ്ങയുടെ പത്നിയുടെ അനുഭവങ്ങൾ, ഇതാണ് എല്ലാവരും കൊതിക്കുന്ന അപൂർവമായിട്ടുള്ള വിഷയം. അങ്ങയുടെ നക്ഷത്രം അതാണ്. ആ നക്ഷത്രത്തിൽ പിറന്ന ഇന്ന രാശിയിൽ ജനിച്ച ആളിന് മാത്രമേ ഇത് കുഴിച്ചിട്ടാ ഫലവത്തുണ്ടാവുള്ളൂ. അതാണ് ഗുരുജി എന്നെ നിങ്ങളടുത്തേക്ക് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഗുരുജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല. അയ്യോ, ഒന്നും വേണ്ട നിനക്ക്. പക്ഷേ ആശ്രമത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വെറും 2 ലക്ഷം രൂപ ഒരു സംഭാവന തുകയായി മാത്രം നിങ്ങളിൽ നിന്ന് കൈപ്പറ്റാനും പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവില്ലല്ലോ, കാരണം ഇത് മോഹവലയാണ്. പണം കായ്ക്കുന്ന മരം എത്ര വേണമെങ്കിലും പറിച്ചെടുക്കാം. സംഭാവന ഇഷ്ടമുള്ളതായിരിക്കും. ആ 200 ഇത് ചെറിയ ലോക്കൽ ക്ലബിന്റെ പരിപാടിയല്ലല്ലോ, ഗുരുജിയുടേതാണ്. പണം കായ്ക്കുന്ന മരത്തിൻ്റെതുമാണ്. അപ്പൊ അതും കൂടി ഒന്ന് ആലോചിക്കാം. ആലോചിക്കല്ലേ? എന്താ ചെയ്യാതെ പറ്റും? ഇല്ലെങ്കിൽ വേറൊരു മൂലം തപ്പി പോകണം. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങള് ഇതുങ്ങള് കെട്ടിയ താഴെയാണ്. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ബാങ്ക് ഉണ്ടാവോ എന്തോ. സ്വർണ്ണായിട്ടാണല്ലേ? പണമായിട്ട് വല്ലതും കിട്ടിയ ഉപകാരമായിരുന്നു. ഇതൊരു 7-7.5 പവന്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ. ബസ്സിന് പോണ്ടേ? അല്ല, മരത്തിലെ ബസ് ഉണ്ട്. അല്ല, ബസ്സല്ല, ട്രെയിൻ. ഹിമസാഗർ. ഇങ്ങോട്ട് കണ്ടു വെച്ചേ. അപ്പോ ഇതങ്ങോട്ട് കൈമാറല്ലേ? ഇരിക്കുക. ഞാനിരിക്കണോ? വേണമെന്നില്ല. ഇരിക്കും. ചവണപ്പടിയാണ്. ഉത്കൃഷ്ടോ സുധാസ്തേ. ഉത്കൃഷ്ടോ സുധാസ്തേ. സുധാകൃതയല്ല, വ്യക്തമായിട്ട്. ഉത്കൃഷ്ടോ സുധാകൃതേ. ഇതിപ്പോ ചിലപ്പോ കറക്റ്റായിട്ട് ചൊല്ലിയില്ലെങ്കിൽ ചിലപ്പോൾ മുളച്ചു ചേർന്നിരിക്കുക. സ്വസ്തി സ്വസ്തി സ്വസ്തി. അപ്പോ ഇതിപ്പോ നെറ്റ് വീണതിനോണ്ട് ഇല്ല കുറഞ്ഞുള്ളൂ. ഇതൊന്ന് മാറ്റി തന്നാൽ എന്നാല്. ഇല്ല, അതിന് അങ്ങനെ കൊടുക്കാനില്ലല്ലോ. അപ്പൊ ശരി, ഹിമാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം അടുത്ത് വരുമ്പോ വരി വേണം. ആവട്ടെ. ശരി, വലിയ ആളാവട്ടെ. ഓക്കെ, അപ്പൊ മറ്റേ പരസ്യത്തിന് വിളിക്കാൻ കേട്ടോ. ആവട്ടെ.
മീൻകാരൻ വന്നിട്ടുണ്ട്. ആ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാ വാങ്ങിക്കോളൂ. എന്താണ്ട് എന്റെ അടുത്ത് ഉണ്ടാക്കി പയക്കോറെ കൊണ്ടെടുക്കല്ലോ. അയക്കോറുണ്ട്, ചമ്പല്ലുണ്ട്, ചെമ്മീനുണ്ട്, സ്രാവുണ്ട്. എന്താണ് കോട്ടി? അയക്കൂറ അയക്കോറ ചേക്കറുണ്ടോ? 2 കിലോ അയക്കൂറ്. അയക്കോറ രണ്ടാളെ ഉള്ളൂ, എന്നാലും നോക്കിയിട്ട് കാര്യമില്ല. ഇനി എന്റെ മൂന്ന് മൂത്ത നോക്കിയിട്ട് തന്നോളൂ. നമുക്ക് അധികം പക്കല്ലേ, മൂത്തന്നെയാണോ? മുട്ട പാത്രത്തിൽ വെച്ചിട്ട് പൈസ പറ്റിയ തീരി പോണ്ട ഇതിനെന്തോ ഓട്ടണ വിമാനം അങ്ങോട്ട് വന്നോളൂ, ഇവിടെ എടുത്തതാ. എടാ എന്റെ അച്ഛനവിടെ പോയി. ആ ഇയാൾ ഇതൊന്നും മരുന്നടിച്ചിട്ട് അവിടെയൊക്കെ പുഴു വന്നിട്ടുണ്ട്. അച്ഛാ നിങ്ങൾ അഡ്രസ്സോടെ വിളിക്കുന്ന ചെങ്ങായി എന്നോട് ഇതൊക്കെ മരുന്നടിക്കാൻ പറഞ്ഞില്ലേ, നോക്കിതാ എവിടെ പോയി കിടക്കി. മരുന്ന് അറിയാലോ, തരാം. ഇതൊക്കെ ചെങ്ങായി ഈ പാടി വീണ പൈസ പിടിച്ചു വെക്കണ്ടേ? കാണില്ല, കണ്ണും കാണില്ല. ഇയാളെയൊക്കെ പണിക്ക് വെച്ച് എന്നെ വേണം ചവിട്ടാൻ. ഇതൊക്കെ പെറുക്കല്ലേ, പെറുക്കിക്കല്ലേ, പെറുക്ക. ആ പെറുക്കണം, പെറുക്കിയേ. കിടന്ന് പെറുക്കണാവ, അവിടെ കിടന്ന് പെറുക്ക്. ഇത് കുറെ പെറുക്ക് പെറുക്കുന്ന 2 ആളെ പെറുക്കി വേണ്ടി. കുറെ കാലം ചൊക്കാൻ സംഭവിച്ചത് എന്ത് സംഭവിക്കേ? ഞാൻ ആ മരൊക്കെ പാടെ വെച്ചാൽ പൈസ ഉണ്ടായി. എന്റെ അച്ഛനെ കൊണ്ട് ആ മരത്തിന്റെ ഉള്ളിൽ വളടിക്കുക, ഈ ചില്ലറ പൈസ വീടൊക്കെ പെറുക്കാൻ്റെ പെറുക്കാനാല് നിങ്ങൾക്ക് കിട്ടിയാ പോരാ. ആ ഇതൊന്നും കിട്ടിയാ പോരാ. അയക്കില്ലേ ഇത് പോയി നോക്കി, എന്ത് പൈസ ഉണ്ടായിരുന്നു. നോക്കാല്ലേ, പോയി നോക്കി. ഞാൻ കൊറേ വിചാരിക്കുന്നു മൂടിയിട്ടതാ. പൂ വന്നേരേ ഞാൻ പോയി നോക്കട്ടെ. മതി അയ്യോ ചതിച്ചിട്ടോ. ആ പൂവ് കളയാനാണ്. എന്താണ് ചേട്ടങ്ങൾ നോക്കുന്നത്? ഇതാണ് പൈസ. ഞാനതല്ലേ നോക്കിയത്, ഏത് രാജ്യത്തെ പൈസയാണ്? ഓ ഇവള് പൊട്ടനാണ്. ഇത് പൈസയല്ല, മുരിങ്ങാക്കൈയാണ്. എനിക്ക് കണ്ടാറുണ്ട്. അന്നേരം നിങ്ങളോട് ഞാൻ പറഞ്ഞതൊക്കെ പറ്റിക്കലാണ്. ആ നശിച്ച ടിവിയാണ് ആദ്യം നച്ചു പൊട്ടിക്കുന്നത്. ആ TV അല്ല, നിങ്ങൾ പണിക്ക് പോകാണ്ട് മമ്പൂറെ പോലെ ഇവിടെ ഇങ്ങനെ കിടന്ന സോഫയില് ഒരു സോഫയെ വാങ്ങിയിട്ടുണ്ടല്ലോ എന്റെ സ്വന്തം വെച്ചിട്ട്. പരിപ്പിട്ട് അതിൽ കറി ഉണ്ടാക്കി ഒറ്റ ഒന്നങ്ങ് തന്നാട്ടല്ലോ. നാളെ തൊട്ട് ഇറങ്ങിക്കോളണ്ടി, പണിക്ക് ഇറങ്ങിക്കോളണ്ടിട്ടാ. ആ ഓണം ഇത് വെച്ച് തലമുണ്ടക്കൊന്ന് തെരിയാ വേണ്ട നിങ്ങൾക്ക്. ആ പൈസ ഇന്റെ ഒരു ഉസാദിക്കല്ല.
എന്റെ പുറത്ത് എന്തോ ഉഷാറുണ്ടല്ലോ. എന്താന്ന് പറയണ്ട, ഈ അടുത്ത് ഇത് തീരെ ഒരു സുഖമില്ല. പെരയുണ്ട്. ആ എനിക്ക് കുറെ കഴിഞ്ഞ വീട്ടിലാണെങ്കിൽ ആ പഴയ ചെറിയ കളിയൊക്കെ നഷ്ടപ്പെട്ടു. ആകെ ഒരു സുഖമായിട്ട് ഇന്നലെ വരെ ഞാൻ നടക്കുക ചെയ്തു. ഞാനും നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നുള്ളൂ. എന്താ കണ്ടേ? ഞാനൊരു ചെറിയൊരു ചൊറയിലൊക്കെ പെട്ടു. എന്ത് ചെറുതായിട്ട് അത് ഇന്നും പറയണ്ട. നമ്മളാ ഒരു ചെങ്ങായി വന്നിന് പെരയിൽ ആര് ഒരു ഇന്ത്യത്താണ് ചാമ്യ കുറെ ഇന്ത്യക്കാരനൊക്കെ എത്തി. മോൻ എന്റെ വീട്ടിൽ വന്ന് ആ ഇന്നാണ് ഞാൻ എൻ്റെ 50,000 ഉറുപ്പിക എന്നത്. കള്ളപ്പത്തിന്ന് അത് കുടിച്ച പൈസ അല്ലേ പോവുക? പെണ്ണുങ്ങൾ ഞെട്ടിയിട്ടാ ഞാൻ വരുന്നത്. അന്ത്യത്ത് വര കിട്ടി ഹിമാലയത്തെ കൊടുക്കാൻ കഴിയോ? എനിക്ക് ഹിമാലയന്റെ കഴിയപ്പില്ല. കൂട്ടാൻ വെച്ചിട്ട് കഴിയപ്പിന്റെ ഭക്ഷണം കഴിഞ്ഞിട്ട് കൂട്ടാൻ വെക്കല്. ഒരു കുഞ്ഞക്കായ ഉണ്ടായില്ല. അതിന് വന്നാണ് ഞാൻ എത്തിയിലോട്ട് കഴിയപ്പിന്റെ ആവശ്യങ്ങൾക്ക് കുറച്ചുകൂടി കേടില്ല. ഹിമാലയത്താണ് ഒരുപാടുണ്ടായിട്ട് ഇവിടെ കുഞ്ഞക്കായ. നീ നമുക്ക് കാര്യമായിട്ട് ഉണ്ടാക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു പണിക്കൊക്കെ പോകണം. ഞാനോ തീരുമാനിച്ചതാണ്. പെണ്ണുങ്ങളെ കല്ല് സത്യൂടാണ്. ബാക്കി കിട്ടാണ്ട് കൊള്ളാണ്ട് ആരോഗ്യം ഉണ്ടല്ലോ. എനിക്കറിയില്ല എന്ത് പഠിക്കാൻ നമ്മൾ അറിഞ്ഞ ഒന്ന് നോക്കിയിട്ട് പണിയാണ്. വീട്ടിലിരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാം. ഇതൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇപ്പൊ തന്നെ വിളിക്കാം. തീർച്ചയായിട്ടും Ramba ho,